കാരണശരീരം അജ്ഞാനമാണ് കാരണശരീരം. ഇത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്കും കാരണമായിരിക്കുന്നതിനാൽ കാരണശരീരമെന്ന് ചൊല്ലപ്പെടുന്നു. ഇത് ജീവശന്മാർക്ക് ആദ്യ ശരീരമായ ആയതിനാൽ പിന്നീട് 2 ശരീരങ്ങൾക്ക് കാരണമായി. ഇതിന് പ്രമാണമേതെന്നാൽ അജ്ഞാനമാണ് കാരണശരീരമെന്ന് ശ്രുതി പറയുന്നു. കാര്യത്തിനാൽ കാരണം ഊഹിക്കപ്പെടുന്നു എന്നത് യുക്തി. ഞാൻ അജ്ഞാനി എന്നത് അനുഭവം. ആത്മാവ് ശരീരത്രയ വിലക്ഷണമെന്ന് ബോധിക്കുന്നതിന് ശരീരത്രയമായത് ലക്ഷണങ്ങളാൽ ബോധിപ്പിക്കപ്പെട്ടത്. ഇപ്രകാരം തന്നെ ആത്മാവും പൂർണ്ണമായി ലക്ഷണത്തോടുകൂടി ബോധിക്കപ്പെടുന്നതിന് കേൾക്കുക. ഇനി ആത്മാവിനെയും ലക്ഷണത്തോടുകൂടി ബോധിപ്പിക്കപ്പെടുന്നതിനെയും കേൾക്കുക എന്നാണ് പറഞ്ഞു വന്നപ്പോൾ ഒരു ആമുഖമായിട്ട് പറയാനുള്ള ഇതാണ്. അതായത് ഈ ആത്മാവിനെ നിർണയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാരാണ് ഈ ആത്മാ, എന്താണ് ഈ ആത്മാ എന്നുള്ളതാണ്. ഞാനെന്ന് പറഞ്ഞ ആത്മാവിൻ്റെ പേരാണ്. ഞാൻ, അഹം, അഹമാത്മാ. അഹം എന്ന് പറഞ്ഞ ആത്മാവാണ്. ഈ അഹം ആരാണ് എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു 4 ലക്ഷണങ്ങളിൽ കൂടി ആത്മാവിൻ്റെ നിർണയം സാധിക്കാം. അതിൽ ഇപ്പോൾ എവിടെ പറഞ്ഞത് ശരീരത്ര വിലക്ഷണനാണ് ഈ ആത്മ അല്ലേ? അതെ. അതിൽ അങ്ങനെ പറഞ്ഞപ്പോൾ സ്ഥൂല ശരീരം ഞാനല്ല എന്ന് വരുത്താൻ വേണ്ടി സ്ഥൂല ശരീരം അന്നം കൊണ്ടാണ് വളരുന്നത്, അന്നമില്ലെങ്കിൽ നശിച്ചു പോകും, പ്രായം കൊണ്ട് നശിച്ചു പോകും, രോഗം വന്ന് നശിച്ചു പോകും. ഈ നശിക്കുന്നതൊന്നും ആത്മാവല്ല. ആത്മാവിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഒരു കാലത്ത് ഒരു ദേശത്ത് ഒന്നിനാലും ബാധിക്കപ്പെടാത്തത്, ഉണ്ടാകാത്തതാണ്. ഇത് സ്വയംഭുവാണ്. ഇതിന് ഒരു ഉൽപ്പത്തിയോ ഒരു നാശമോ, ഉൽപ്പത്തി ഉണ്ടെങ്കിൽ നാശം പറയണം. ഈ ബ്രഹ്മാണ്ടങ്ങൾ ഉൽപ്പത്തിയായതാണ്. ഇതെല്ലാം ഉൽപ്പത്തിയായതാണ്. ഓരോന്നും ഉൽപ്പത്തിയായിരിക്കും. ഈ ഗ്രഹങ്ങളിൽ ഭൂമി ഉണ്ടായതാണ് അല്ലേ? സൗരയൂഥങ്ങളെല്ലാം ഉണ്ടായതാണ്. അപ്പോൾ ഉണ്ടായത് എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അത് ജനിച്ചതെന്നാണ് അർത്ഥം. പക്ഷെ ഏതിൽ നിന്നെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഏതിൽ നിന്നാണ്, ഏതാണ് ഇതിന് കാരണം, എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഈ വേദാന്തം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ വിട്ടു, ഈ കാര്യങ്ങളെല്ലാം അവർ വിട്ടു. ഞാൻ ഇതൊന്നും ഒരു പ്രസക്തിയേ ഇല്ല. ഇതിൻ്റെ കാരണത്തെ ചിന്തിക്കുന്നതിനെയാണ് നമ്മളിവിടെ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് മൂലമായിട്ട് ഇരിക്കുന്നത് ഏതാണെന്ന് നോക്കിയപ്പോൾ ഇവിടെ പറയുന്നത് അജ്ഞാനമാണ് മൂലകാരണം. ഇത് പറയാൻ കാരണം ബ്രഹ്മം ഒന്നിനും കാരണമല്ല. പക്ഷെ ഇതിൽ അജ്ഞാനമാണ് കാരണമായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയണം. ഈ കാരണശരീരത്തെ പറയപ്പെടുന്നു അജ്ഞാനമാണ് കാരണശരീരം. ഇത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്കും കാരണമായിരിക്കുന്നതിനാൽ കാരണശരീരമെന്ന് ചൊല്ലപ്പെടുന്നു. ഇത് ജീവന്മാർക്ക് ആദ്യ ആയതിനാൽ പിന്നീട് 2 ശരീരങ്ങൾക്ക് കാരണമായി. ഇതിന് പ്രമാണമേതെന്നാൽ അജ്ഞാനമാണ് കാരണശരീരമെന്ന് ശ്രുതി പറയുന്നു. കാര്യത്തിനാൽ കാരണം ഊഹിക്കപ്പെടുന്നു എന്ന് യുക്തി. ഞാൻ അജ്ഞാനി എന്നത് അനുഭവം. ആത്മാവ് ശരീരത്രയ വിലക്ഷണമെന്ന് ബോധിക്കുന്നതിന് ശരീരത്രയമായത് ലക്ഷണങ്ങളാൽ ബോധിപ്പിക്കപ്പെട്ടത്. ഇപ്രകാരം തന്നെ ആത്മാവും പൂർണ്ണമായി ലക്ഷണത്തോടുകൂടി ബോധിപ്പിക്കുന്നു. നമുക്ക് സൂക്ഷ്മ ശരീരത്തെ നമ്മൾ പറഞ്ഞില്ല. സൂക്ഷ്മ ശരീരം തുളിർ പോലെയാണ്, മനസ്സിലായില്ലേ? അതിൽ ഈ പറയുന്ന ഈ പറയുന്ന 17 ഉപാധികളോട് ചേർന്നിരിക്കുന്നു സൂക്ഷ്മ ശരീരം. അത് ഏതൊക്കെയെന്ന് അറിയാമല്ലേ? അതായത് ഇന്ദ്രിയങ്ങളും അന്തഃകരണവും. ഇന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങൾ, ഇത് 3 കൂടെ 15. പിന്നെ മനസ്സും ബുദ്ധിയായിട്ട് അന്തഃകരണത്തെ എടുത്ത് 17. ഇങ്ങനെയാണ് 17 തത്വം സൂക്ഷ്മ ശരീരം. ഇതെല്ലാം നേതി ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം നാശമുള്ളതാണ്. സുഷുപ്തി ബുദ്ധി നശിച്ചു പോകുന്നു അല്ലേ? ഉണ്ടോ? ബുദ്ധിയുണ്ടോ? സുഷുപ്തിയിൽ ആർക്കും ബുദ്ധിയുമില്ല. അപ്പോൾ അഹങ്കാരം നശിച്ചു പോകുന്നു. അപ്പം നമ്മളുടെ സാധാരണ അജ്ഞാന നിലയിലിരിക്കുന്നവർക്ക് കൂടി അനുഭവമായ കാര്യമാണ് ഈ അഹങ്കാരം. സുഷുപ്തിയിലില്ല ആർക്കും. അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവമില്ല. ഞാനെന്നുള്ള ഭാവമില്ല. ആ ഭാവം ഇതിലില്ലാതിരിക്കുന്ന വരുന്നതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്.
സുഷുപ്തിയിൽ ഇതെല്ലാം വിലയമായ സുഷുപ്തിയെ നമുക്ക് ഈശ്വരൻ കാണിച്ചു തന്നിട്ട് ഇതെല്ലാം അനിത്യമാണെന്ന് പറഞ്ഞു. ഈ ബുദ്ധി മുതൽക്ക് എല്ലാം അനിത്യമാണ്, ഇതെല്ലാം കേവലം ഈ അറിവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ആരോപിൽ തോന്നുന്നു, മറയുന്നു. സമുദ്രത്തിൽ കുമിള ഉണ്ടാവുന്നു, കുറച്ച് നിൽക്കുന്നു, ഇല്ലാതാവും. ഇതുപോലെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾ, ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളെയാണ് മായാകാര്യങ്ങളെന്ന് പറയും. ഭയത്തെ ഇല്ലാത്തത്. എന്തില്ലാത്തത്? ഒന്നും എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല. രണ്ടാമത് അതിനൊരു ചൈതന്യം അതിനില്ല, സ്വയമായിട്ടൊരു ജീവൻ അതിനില്ല. മൂന്നാമത് ഇതില്ല, സൃഷ്ടിസ്ഥിതി ലയം. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അതിന് സ്വയമേ ഒരു ചൈതന്യമില്ല, അതിലൊരു ആനന്ദവും സുഖവുമില്ല. ഈ 3ഉം ഈ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി പിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത് തൻ്റെ സ്വരൂപമാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞു. അതിന് നേരെ എതിരാണ് അനന്ത ജഡ ദുഃഖരൂപമായിരിക്കുന്ന ഈ വിശ്വം, ഈ ജഗത്ത്. ജായതേ ഗച്ഛതി തിഷ്ഠതി, ജനിച്ച് നിലനിന്ന് മരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാവുന്ന, ഇതിനെയാണ് ഇതെന്ന് പറയുന്നത്. ഈ അനാത്മ വിഷയങ്ങളെന്ന് പറയുന്നത് അതിൽപ്പെടും. എല്ലാം സകലതും അതിൽപ്പെടും. ഇതിനെയാണ് ദൃശ്യ സമുദായം എന്ന് പറയും. ബുദ്ധി വരയ്ക്കും അഹങ്കാരം വരയ്ക്കും എല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ അറിയുന്നവനാര്? ഇതാണ് നമ്മളുടെ വേദാന്തത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഈ അറിയപ്പെടുന്ന വിഷയങ്ങളെല്ലാം അനിത്യമെന്ന് തള്ളി ഈ അറിയുന്നവൻ ആരാണെന്ന് ആരായുന്നതിനെയാണ് തത്വവിചാരം. ഇതാരാണ് അറിയുന്നത്? സ്വാമിമാർ പറഞ്ഞു കേട്ടിട്ടില്ല, ഇതാര് കണ്ണിലൂടെ ഇതാരാണ് കാണുന്നത്? ഇതെല്ലാം കാതിലൂടെ ഇതാരാണ് കേൾക്കുന്നത്? മൂക്കിലൂടെ മണക്കുന്നത് ആരാണ്? പക്ഷേ ആത്മാവല്ല. ഇതിനെ പരിശോധിക്കുന്നതിനെയാണ് അവർ പറയുന്നത് വിചാരം. ഈ വിചാരം ഉൾത്താരിൽ വന്ന് ഉദിച്ചാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ജന്മം അല്ലെങ്കിൽ വരുന്ന 1-2 ജന്മം കൊണ്ട് അവർ ഈ വന്ന് തൻ്റെ ലക്ഷ്യവും പ്രാപ്തിയും ഉണ്ടായി അവർ രക്ഷപ്പെടും. മറ്റുള്ളവർക്കൊക്കെ തടസ്സപ്പെടും. എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഈ ലോക കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് ആ ഭ്രമത്തെ കൂട്ടിക്കൂട്ടി വരെയുള്ളൂ. മനസ്സിലായി? ഇതൊരു മായാസൃഷ്ടിയാണ്, ഈശ്വരൻ്റെ മായാസൃഷ്ടിയാണ്. ഇത് പറയുന്നത് ഇതാണ്, എന്തോന്ന് മായാവി എന്നാണ് ഈശ്വരൻ്റെ പേര്. മായാവി. ഇന്ദ്രജാലക്കാരനെന്ന് പേരുണ്ട്. ഇന്ദ്രജാലക്കാരൻ. ഒരു ഇന്ദ്രജാലക്കാരൻ ഇല്ലാത്തതിനെ സൃഷ്ടിച്ച് കാണിക്കൂലേ? ഇതുപോലെ ഈശ്വരനും ഇല്ലാത്തതാണ് സൃഷ്ടിച്ച് കാണിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനെ കണ്ടുകൊണ്ട് തന്നെ അറിയാനാണ്. ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിലല്ലേ സബ്ജക്റ്റിനെ നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ സബ്ജക്റ്റ് മറഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഓബ്ജക്റ്റുകളെല്ലാം സുലഭമായിരിക്കുകയാണ്. പക്ഷേ ഈ ഓബ്ജക്റ്റിനെ പിടിച്ചുകൊണ്ട് ആ സബ്ജക്റ്റിനെ അറിയുന്നതാണ്, സബ്ജക്റ്റിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ ഈ ആത്മവിദ്യ എന്ന് പറയുന്നത്. മറ്റത് ഓബ്ജക്റ്റിൽ നിന്ന് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. അതിനെ പരിശോധിച്ചു, ഇതിനെ പരിശോധിച്ചു, അപ്പുറത്ത് പരിശോധിച്ചു. അതുകൊണ്ട് ഗുണം ഇല്ലെന്നല്ല. നമ്മുടെ ഈ ഫോണൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമല്ലേ, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ അതും ഒരു വാസ്റ്റ് മേഖലയാണല്ലേ. പക്ഷെ അത് നമ്മുടെ ലക്ഷ്യമല്ലെന്ന് വേദം പറയും. അത് നമ്മുടെ ലക്ഷ്യത്തെയാണ് ഇവർ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ ജനനമരണ സംസാര ദുഃഖത്തിൻ്റെ അറുതിയാണ്. കാരണം എല്ലാവരും ദുഃഖിക്കുന്നു. ചിന്നോച്ച പറയും, പണം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. കുട്ടികളുണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. എവിടെ നോക്കിയാലും ഈ ജീവിതം ദുഃഖമയമാണ്. ഇതാണ് സംസാരം. ഈ സംസാരത്തിൽ നിന്ന് ഈ ജീവനെ മുക്തമാക്കണം, അല്ലെങ്കിൽ ഈ ജീവനെ രക്ഷിക്കണം എന്ന് കരുതി വേദങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. വേദങ്ങളുടെ സഹായം ഇല്ലാതെ തനിയെ സ്വയമേ എത്ര വലിയ ബുദ്ധിമാനായാലും ഇതിനെ അറിയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. വേദങ്ങളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു വേദത്തിൻ്റെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവ സമ്പത്തി വന്ന ഒരാളാണ് ഗുരു. അതുകൊണ്ട്
ആ ഗുരുനാഥൻ ഉപദേശിക്കുന്നത് വേദം തന്നെയാണ്, വേറെ ഒന്നുമില്ല. വേറെ അന്യമായ ഒരു ഉപദേശവും ഇതിലില്ല, എല്ലാം വേദമയം. ഇത് പറയും വേദചക്ഷുവാണ്, വേദചക്ഷു കൊണ്ടാണ് ഇതിനറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് നമ്മളിത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ശ്രീരാമാനന്ദ പ്രസ്ഥാനം, ഇതിന് മാത്രമാണ് ഇതൊക്കെ കൂടുതലായിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഗുരുദേവൻ ഈ പദ്ധതി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പദ്ധതി, അതായത് അനുഷ്ഠാനം കൊടുത്ത് ഒരു കുറച്ച് കാലം, ഒരു 10 കൊല്ലമൊക്കെ അനുഷ്ഠാനം ചെയ്തിരിക്കണമെന്നാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഉപദേശിക്കണം. ഏത്? ഈ പ്രകരണങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ. പ്രകരണങ്ങൾ ഉപദേശിക്കുന്ന വഴി ഇവന് ഈ അലൗകികമായ ബ്രഹ്മതത്വത്തെ അറിയാനുള്ള ഒരു ത്രാണി ഉണ്ടാവും. ഈ ആത്മാവിനെ പറ്റി പറയുന്നത് അത് അലൗകികമാണ്, അത് ലൗകികമല്ല. ലൗകികമായ ഏതെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ അതറിയാൻ പറ്റില്ല. പക്ഷേ അതിനെ അറിയിക്കാൻ വേണ്ടി ലൗകിക ഭാഷ ഉപയോഗിക്കാനേ പറ്റുള്ളൂ, വേറെ ഒരു ഭാഷ ഇല്ലല്ലോ. അതിലേറ്റവും ബൃഹത്തായ ഭാഷയാണ് ദേവഭാഷയായ സംസ്കൃതം. ആ സംസ്കൃതമാണ് ഇതിൻ്റെ ഡയറക്റ്റായിട്ട് വരണത്. അപ്പോൾ അതിൻ്റെ പരിഭാഷകൾ സ്വാമിമാർ ചെയ്ത്, കാരണം ഇതൊക്കെ അത്രയും അങ്ങനെയുള്ള അഗാധമായ കാര്യങ്ങൾ അവർക്കേ പറ്റുമെന്നൊരു വിശ്വാസം മുമ്പുണ്ടായിരുന്നു. അതിനെയൊക്കെയാണ് മാറ്റിമറിച്ചുകൊണ്ട് കുറച്ച് പേര് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അവർ ഒരു പെടുകയാണ്. നമ്മുടെ സ്വാമിയൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ്. ഒരു പരിഷ്കരണമാണത്, അല്ലേ? സ്വാമിക്ക് ഈ അർദ്ധസാക്ഷരക്കാർ വരുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ജാതിയില്ല, ജാതിയിൽ ഏറ്റവും കുറഞ്ഞ ജാതിയല്ലേ. പക്ഷേ അദ്ദേഹം ത്രികാലത്തിനായിട്ട് അവിടെ ഇരുന്നു. ഇതിന് എത്ര പേര് പരീക്ഷിച്ചെന്നറിയാൻ പറ്റും. ഒരുപാട് പേര് പരീക്ഷിച്ചു സ്വാമിയെ. ഒടുവിൽ അവർ കണ്ടെത്തി ഇത്രയ്ക്കും ശുദ്ധമായ ഒരു ജ്ഞാനനില ആ കാലങ്ങളിലൊന്നും നിലവിലില്ല. അത്ര ഭയങ്കരമായ ശ്രേഷ്ഠനായ ഒരാളാണെന്ന് തപോനിസ്വാമികൾ വരെ വന്നു പ്രശംസിച്ചിട്ട് പോയി നമ്മുടെ ഗുരുദേവനെ. കാരണം അതിന് ജാതിയോ മതമോ വലിയ പഠിത്തമോ വലിയ കുടുംബത്തിൽ ജനിക്കുന്നതോ ഒന്നും തന്നെ കാര്യമല്ല. ഇതിലേക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി. അവനിത് സുസാധ്യമായിട്ട് തന്നെ ഇതിന് താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഇതിൻ്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞു. അതാണ് ആ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ജീവൻ അനാദിയായി ദുഃഖിക്കുന്നു, ഇതിലെല്ലാം ദുഃഖമാണ്. പറഞ്ഞില്ലേ, പണം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം, പ്രതാപം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം, കുട്ടികളുണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. ഇന്നൊരു സമയം ഒന്നുകൂടെ അഡീഷണലായിട്ട് പറഞ്ഞു, ഇനി ദുഃഖം ആർക്കാണ് കൂടുതലെന്ന് വെച്ചാൽ ഇതൊക്കെ ധാരാളമായി ഉള്ളവർക്കാണ് സ്വാമി പറഞ്ഞു. അത് അഡീഷണലാണ്. ഇതൊക്കെ കൂടുതലുള്ളവർ കൂടുതൽ ദുഃഖികളാണ്. കാരണം അതിനെപ്പറ്റി ചിന്തിക്കാനും അതിനെ നിലനിർത്താനും അതിനെ പരിവർത്തനപ്പെടുത്താനും ഒക്കെ ആയിട്ട് എപ്പോഴും മനോരഥം ചെയ്തുകൊണ്ട് ജീവിതം നയിക്കും, അല്ലേ? മനോരഥം ചെയ്യുന്നത് പോലെ കഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയോ ചെയ്തെങ്കിലും എവിടെയാണ് ദുഃഖം ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നു എങ്ങനെ. പക്ഷേ വിധിവിഹിതം എങ്ങനെയാണെന്ന് ആർക്കറിയാം? മുകളിലത്തെ ഒരാളിനെ അറിയാം. നമ്മളിപ്പോൾ സാമാന്യ ഭാഷയിൽ പറഞ്ഞതാണ്, അത് നടക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് മുറിവ് വരും, അവിടെ ദുഃഖമുണ്ടാകും. ഇങ്ങനെയാണ് ദുഃഖം ഈ ലോകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ മഹത്തുക്കൾ എന്ത് ചെയ്തു? അറിവുള്ളവർ എല്ലാം ആ ഭഗവാൻ വിട്ടുകൊടുത്തു. എല്ലാം സറണ്ടർ എന്നൊക്കെയാണ് അതിൻ്റെ പേര്, സറണ്ടർ എന്നാണ്. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ആ ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട് അവർ ജീവിതം നയിച്ചു. അവർ ധന്യന്മാരായി മാറി. അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണ്? ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നടന്നില്ലെങ്കിൽ ദുഃഖമാണ്. അതുകൊണ്ട് ആഗ്രഹത്തെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. ആഗ്രഹം ഉണ്ടായാൽ നടന്നില്ലെങ്കിൽ ദുഃഖം വരുന്നതുകൊണ്ട് ആഗ്രഹമേ വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്താണ്? എങ്ങനെയോ അങ്ങനെ എന്നുള്ളൊരു വഴിയിലേക്ക് അവർ വന്നു. എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ തമോ ഗുണം പ്രധാനമായിട്ട് മനസ്സ് വരണതാണ്. മനസ്സേ തമോ ഗുണത്തിലേക്ക് വരും. നമ്മുടെ മനസ്സെപ്പോഴും സത്വഗുണത്തിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കണോ? സത്വഗുണത്തിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കണം. ഈ സത്വഗുണമാണ് ഈശ്വരത്വം.
കണ്ടില്ലേ, നമുക്ക് എപ്പോഴും ഗുണങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരും. സത്വഗുണം അധികരിച്ചു നിന്നാൽ അയാൾക്ക് എന്ത് തോന്നും? കാരുണ്യവും, സഹജീവികളോട് പിന്നെ സ്നേഹം, ഉദാരത ഉണ്ടാവില്ലേ? പക്ഷെ അതേ ഗുണം മാറി തമസിൽ വന്നാലോ നേരെ വലിയൊരു സ്വഭാവമായി. ഇതെല്ലാം ഗുണശൈലികളാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഗുണങ്ങൾക്ക് അടിമകളാകാതെ, വാസ്തവം പറഞ്ഞാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപം ഗുണാതീതമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗുണശീലെല്ലാം മനസ്സിൻ്റെതാണ്. ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ വിവേകരാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന എന്തിനാണ് ചേച്ചി? ഗുരുദേവനെ പറ്റി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ ജാതിയോ വർണ്ണമോ ആശ്രമമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഉള്ള പ്രതാപമോ ഒന്നുമല്ല ജ്ഞാനത്തെ കൊടുക്കുന്നത്. എല്ലാവർക്കും ജ്ഞാനത്തിന് അധികാരമുണ്ട്. മനുഷ്യനായി ജനിച്ചത് തന്നെ ജ്ഞാനവാനാക്കാനായിട്ട് ഈശ്വരൻ ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. ശ്രുതിയിൽ വായിച്ചതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്കത് വേണ്ട എന്നുള്ള ഒരു ഇരിപ്പാണ് ഈ ജീവന്മാർ ചെയ്യുന്നത്. ഇതിനെയാണ് പറയുന്നത് എന്തോ ഒരു വിവേകമില്ല, അതിൻ്റെ ഒരു ഇതില്ല അവർക്ക്. അതിന് വേണ്ടിയിട്ടാണ് വ്യാസൻ നമുക്ക് അതിൻ്റെ മാഹാത്മ്യത്തെ പറഞ്ഞു കൊടുത്തു. എന്നാൽ എല്ലാത്തിൻ്റെയും മാഹാത്മ്യം പറഞ്ഞു കൊടുത്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭാഗവതം തുടങ്ങുമ്പോൾ ഭാഗവത മാഹാത്മ്യത്തെ പറഞ്ഞു കൊടുക്കണം, അല്ലേ? അതാണ് നമ്മൾ ആദ്യത്തെ ദിവസം വായിക്കുന്നത്. ഏതാണ്? ഈ തുടങ്ങുന്നതിൻ്റെ മാഹാത്മ്യം പറയും. അതിൽ പേരൊക്കെ മറന്നുപോയി. അവർക്കൊക്കെ മുക്തി കൊടുത്തതിനെയാണ് മാഹാത്മ്യമായിട്ട് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ്? ഇവരെല്ലാം നീചമായിട്ട് ജീവിതത്തിൽ പെരുമാറി മരിച്ച് പിശാചുക്കളായി പോയി കഴിഞ്ഞു. ആ ഗോകർണൻ ഇവരെ രക്ഷിച്ച വിധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗവത സപ്താഹം നടത്തിയത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ 7 ദിവസം നിരന്തരമായിട്ട് ഈ ആത്മാകാര വൃത്തിയിൽ ഇരുത്തിയത്. ആത്മാകാര വൃത്തി, അതായത് ഈശ്വരനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഈശ്വര കഥകൾ കേൾക്കുക. ഈ രൂപത്തിൽ അവരുടെ മനസ്സ് ഭൗതികമായ എല്ലാം വെടിഞ്ഞ് ഈശ്വര കാര്യത്തിൽ മാത്രം നിലനിന്ന് അവർക്ക് ഈ പറഞ്ഞ മുക്തി ഉണ്ടായി. അവർ മറ്റേ ഗോകർണൻ അവർക്ക് മുക്തി കൊടുത്തതാണ്. ഇതിൻ്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ജീവൻ അനാദിയായിട്ട് അവൻ്റെ ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റാണ്. ഏതൊക്കെയോ രൂപത്തിലൊക്കെ നമ്മൾ അലഞ്ഞവരാണ്. എത്ര ജന്മമായിട്ട് ഏതെല്ലാം രൂപത്തിൽ അലഞ്ഞവരെന്നത്. പേയായിട്ടും പിശാചായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ജന്മം കിട്ടാൻ നിവൃത്തിയില്ലാതെ ഇരുന്നിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ ആരുടെയൊക്കെയോ കൃപ കൊണ്ട്, ആരുടെയൊക്കെയോ ഇതുകൊണ്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ വലിയ കഷ്ടമാണെന്നാണ് വേദം പറയുന്നത്. അതിലേക്കാണ് ഇതിൻ്റെ വിവേകത്തെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്രങ്ങൾ ശ്രമിക്കുക. ഈ അജ്ഞാനമാണ് കാരണശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മൂഢതയാണ് കാരണശരീരമായിട്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സുഷുപ്തി അവസ്ഥയാണ് ഈ പറയുന്നത്. അവിടെ നമുക്ക് ഓർമ്മിച്ചാൽ മനസ്സിലാവും. നമുക്ക് ആർക്കും എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ദിക്കറിഞ്ഞൂടാ, എന്താണ് തൻ്റെ ഉദ്ദേശം എന്നറിഞ്ഞൂടാ, കർത്തവ്യം എന്നറിഞ്ഞൂടാ. ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ജീവന്മാർ. ഈശ്വരൻ ഉണർത്തിവിട്ട് എന്തിനാണ്? ഒരു ലക്ഷ്യബോധമുണ്ടായി വിവേകത്തോടു കൂടി നിന്ന് ആത്മസാക്ഷാത്കാരം ചെയ്യണം. അപ്പോൾ ആ ലക്ഷ്യബോധത്തെ പിന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്തി ആ ജീവനെ ഉദ്ധരിക്കാനായിട്ട് ഈശ്വരൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പറയേണ്ടത് എല്ലായിടത്തും പൂർണ്ണമായി വ്യാപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ലക്ഷണത്തെയും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന കേൾക്കുക. എങ്ങനെയെന്നാൽ എല്ലായിടത്തും ബ്രഹ്മം പരിപൂർണമായത് ഇരിക്കുന്നതാണെന്നും അതാണ് പ്രത്യേകാത്മാവെന്നും ജീവസ്വരൂപമെന്നും സകല ഉപനിഷത്തുകളും പറയുന്നു. ആകയാൽ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമെന്നറിയണം. സത്തേത് ചിത്തേത് ആനന്ദമേതെന്നാണെങ്കിൽ ബാധിക്കപ്പെടാത്തത് സത്ത്, സ്വപ്രകാശം ചിത്ത്, സ്വാനുഭവമാണ് ആനന്ദം. ഇങ്ങനെ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപി,
അനാത്മാവാണെങ്കിൽ അനന്തജട ദുഃഖ സ്വരൂപമായത്. ആത്മാ അനാത്മാ ഇവകൾ ഒന്നിനൊന്ന് വിലക്ഷണമായതെന്ന് എങ്ങനെ അറിയാമെന്നാണെങ്കിൽ, എങ്ങനെ ഒരു പുരുഷ ലക്ഷണം സ്ത്രീക്കില്ലയോ സ്ത്രീലക്ഷണം പുരുഷനില്ലയോ, അതുപോലെ സത്തിൻ്റെ ലക്ഷണം അനന്തത്തിനില്ല, അനന്ത ലക്ഷണം സത്തിനില്ല. അതുപോലെ പ്രകാശ ലക്ഷണം അന്ധകാരത്തിനില്ല, അതായത് ഇരുട്ടിനില്ല, അന്ധകാര ലക്ഷണം പ്രകാശത്തിനില്ല. ഇപ്രകാരം ചിത്തലക്ഷണം ജഡത്തിനില്ലയോ, ജഡലക്ഷണം ചിത്തിനില്ലയോ, ചന്ദ്രികാലക്ഷണം വെയിലിനില്ലയോ, വെയിൽ ലക്ഷണം ചന്ദ്രികയ്ക്കില്ലയോ, അതുപോലെ ആനന്ദലക്ഷണം ദുഃഖത്തിലില്ല, ദുഃഖലക്ഷണം ആനന്ദത്തിലില്ല. സച്ചിദാനന്ദത്തിൻ്റെയും അനന്തജന ദുഃഖത്തിൻ്റെയും ലക്ഷണങ്ങൾ വിസ്താരമായി ചൊല്ലുന്നു. പറഞ്ഞു, ഈ ആത്മാവിന് നമുക്ക് ഈ അനന്തജന ദുഃഖത്തിന് നിരാകരിക്കാൻ വേണ്ടി ആത്മാവിന് സച്ചിദാനന്ദം എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ എക്സിസിക്കൽ ടു സബ്ദി എന്ന് പറയും പോലെ, മനസ്സിലായില്ലേ? ഇതെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴേ അങ്ങനെയല്ലേ ജാതിക, ലെറ്റ് എക്സിസിക്കൽ ടു സോ എക്സ്. ഇതുപോലെ വേദവും നമ്മളോട് ഇങ്ങനെയാണ് പറയണത്. അല്ലാതെ ഇതിനൊന്നും ഇങ്ങനെയുള്ള ഒന്നുമില്ല. ശുദ്ധ നിരാകാര, അതുപോലെ നിർഗുണ സ്വഭാവമാണ് ഇതിനുള്ളത്. ഇതിനൊന്നും ഒന്നും സാധ്യമല്ലാത്ത രൂപത്തിലുള്ള ഒരു ഇരിപ്പാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കാനോ ഭാവിക്കാനോ ഊഹിക്കാനോ സാധിക്കാത്ത, അതിനെപ്പറ്റി പറയുന്ന രൂപത്തിലാണ് ഇത് പറയുന്നത്. എങ്ങനെ പറയുന്നു? ഇതിനെ ഡയറക്റ്റായിട്ട് പറയാൻ ഒക്കില്ല. ഇതിൻ്റെ വിലക്ഷണമായിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനെ ലക്ഷണാവൃത്തിയിൽ അറിയിക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ഇത്രയെങ്കിലും കേൾക്കാൻ മതി. കാരണം ഇതൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴേ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലായി വരുള്ളൂ. പക്ഷേ ശാസ്ത്രീയമായിട്ട് നല്ല ഗഹനമായിട്ട് വേണം, കുറച്ച് കാര്യങ്ങൾ അറിയണം. അത് പറ്റില്ല, ചെറിയ കാര്യമല്ല ഇത്, ഒരു വാസ്റ്റ് സംഭവമാണിത്. അപ്പോൾ അതിനെന്ത് വേണം? ഇതെല്ലാം വായിക്കുകയും ഇതിനെല്ലാം മനസ്സിലാക്കാനും ശ്രമിക്കണം. മനസ്സിലാവുകയൊന്നുമില്ല, പക്ഷെ ശ്രമിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംശയങ്ങളുണ്ടാവുന്നത് അറിയത്തക്കവരോട് ചോദിക്കും. ഇത് വെറുതെ കേൾക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഇത്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. അല്ല പിന്നെ എങ്ങനെ ഇത് പോകും? വെറും ലെക്ചറിങ് അല്ല ഇതിൽ പറയണ എന്നെ തർക്കത്തോടുകൂടി ഇത് അറിയണമെന്നാണ് പറയുന്നത്. തർക്കത്തോടുകൂടി അറിയുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗഹനമായ സംഭവമാണ് ഈ പറയണത്. അപ്പോൾ തർക്കമില്ലെങ്കിൽ എന്ത് പറ്റും? വെറും ഒരു വിരസത മാത്രമേ ഇതിൽ മിഞ്ചും. മറ്റേ തർക്കം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സമയം, അതെങ്ങനെ, അത് ശരിയാവും, അത് ഇങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്, ഇങ്ങനെയാണല്ലോ. അവിടെ ഉണർവുണ്ട്. അതിനാണ് പറഞ്ഞത് ഇതിനൊക്കെ പഠിക്കണം, ഗീതയൊക്കെ വായിക്കണം. ഈ ശാസ്ത്രങ്ങളെല്ലാം നല്ലതുപോലെ വായിക്കണം. വായിച്ച് വരുമ്പോൾ അതുപോലൊരു ടച്ച് വേണ്ട ചേച്ചി, മനസ്സിലായില്ല? അതിന് ടച്ച് വേണം. ആ ടച്ച് വരുന്നവർക്കാണ് ഇത് വെളിപ്പെടുത്തുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നത്. അങ്ങനെ സച്ചിദാനന്ദം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞു. ഈ അനാത്മാവെന്ന് പറയുന്ന അതിൻ്റെ ദൃശ്യമായിരിക്കുന്ന ഇതിനെല്ലാം അനാത്മാക്കളെന്ന് പറഞ്ഞു. അത് അനന്ത ജഡ ദുഃഖരൂപമാണെന്ന് പറഞ്ഞു. പരിചയപ്പെടുത്തുകയാണ്. എന്തിനാണ്? ഇതിൽ നിന്ന് ആ വിവേകത്തോടുകൂടി ധരിച്ചിട്ട് മനസ്സടങ്ങി സമാധി ഉണ്ടാവാൻ. ഈ നിർവികൽപ്പ സമാധിയിൽ വരണമെങ്കിൽ മനസ്സടങ്ങണം. ഈ വ്യവഹാരത്തിൽ നിന്ന് മനസ്സിനൊന്നും ഇത് സാധ്യമല്ല. മനസ്സ് ശുദ്ധമാവണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തിനാണ്? ഈ ലോകപ്പറ്റി ഇല്ലാതാവണം. ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന സത്യബുദ്ധി മാറണം. നമ്മൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കണം, അതെല്ലാം നമ്മുടെ വാസനാഗതമായിട്ടുള്ള അർത്ഥത്തെ എടുത്ത് ചേരുകയാണ്. ഇങ്ങനെ ഒന്നുമല്ല ഈ ലോകം ചരിക്കുന്നത്. അത് അതിൻ്റെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും അതിനെ തടയാനൊന്നും പറ്റില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകപ്പറ്റങ്ങ് വിട്ടാൽ മതി. ലോകമായിരിക്കുന്ന വേറെ ആരുമില്ല, നമ്മുടെ മകനും മകളും നമ്മുടെ വസ്തുവും എല്ലാം തന്നെ ലോകം, നമ്മുടെ ലോകം അല്ലേ? ആ ലോകം നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലൊന്നും അല്ല പോകണത്. അതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർമ്മഗതിക്ക് അനുസരിച്ച് പോവുകയാണ്. അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മളെപ്പോഴും മനസ്സ് ചലിച്ചുകൊണ്ട് ദുഃഖികളായിട്ടിരിക്കാനും സാധിക്കും. ഇത് പറഞ്ഞാൽ അത് വിട്ടുകളെ, അതൊക്കെ അതിൻ്റെ പാട്ടിൽ പോയിക്കോട്ടെ.
നമ്മൾ നോക്കാനുള്ളത് തന്നിൽ ശ്രദ്ധയോടുകൂടി താൻ ആരാണെന്നുള്ള ഒരു അന്വേഷണ ബുദ്ധി ഇതിലുണ്ടാക്കി വേദങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം ആത്മാവാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് തന്നിൽ എങ്ങനെ ഇരിക്കുന്നത്? ആരാണ് ഈ ആത്മാവ്? ഇതിന് ഏകാന്തത്തിലിരുന്ന് ചിന്തിക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇവിടെ കയറിയിരുന്ന് ധ്യാനിക്കണം അതിനു വേണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവർ പറയുന്നു ഈ വിഷയങ്ങളെല്ലാം വിസ്മരിക്കണമെന്ന്. അങ്ങനെയൊന്നും വേണ്ട. വിസ്മരണം ഇതിനെ ചിന്തിക്കുന്ന വഴി തന്നെ ഉണ്ടാവും, ഇല്ലേ സാധിക്കും. മറ്റതെല്ലാം വെറുതെയാണ്. അങ്ങനെയല്ല, ഉദ്ദേശം അതല്ല. ഒന്നിനെ മറക്കാനായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ ഒന്നും ഇതിനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവില്ല. തന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതര കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് സ്വിച്ചിട്ട പോലെ ഇല്ലാതാവും. ഇപ്പോൾ ചേച്ചി കാനഡ ഇരിക്കുന്ന മോളെന്തായി അത് ഓർമ്മ വരില്ല. ഓരോരുത്തർക്ക് അവരവരുടെ ലോകം എന്ന് പറയുന്നത് അവരടങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ് അവരുടെ ലോകം. അല്ല ഈ ലോകമെല്ലാം നമ്മളെ കയറി ആക്രമിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ലോകം എന്ന് പറഞ്ഞാൽ ഇതിനെയല്ല പറഞ്ഞ ജീവസൃഷ്ടമായിരിക്കുന്ന ലോകത്തെയാണ് പറഞ്ഞത്. അത് വാസ്തവത്തിൽ കഥയില്ലാത്തതാണ്. അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻ ജ്യോതിഷം പറഞ്ഞ എങ്ങനെയാണെന്നറിയാം. അച്ഛൻ്റെ മകനായിട്ട് അച്ഛൻ ജനിക്കും. പിന്നെ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കുന്ന അച്ഛനാണ്. അതായത് ഈ ആളുടെ അച്ഛൻ അപ്പൂപ്പൻ. ഇങ്ങനെ ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ ഏതുവരെ റിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ സൈക്കിളായിട്ട് നിൽക്കുകയാണ്. ഇതാണ് കുടുംബമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ വേറെ പുതിയതായിട്ട് ആരും വരുന്നില്ല. നമ്മളെ റിലേറ്റ് ചെയ്യുന്നവരെല്ലാം ഏതോ ഒരു അർത്ഥത്തിൽ നമ്മൾ ബന്ധുക്കളാണ്. നമ്മൾ ഏതോ ഒരു ചിലപ്പോൾ ഒരു കാര്യം കൊടുത്തതായിരിക്കും, എന്തോ ഒരു ഉപകാരം ചെയ്തതാണ്. ഇങ്ങനെ തുടർന്നില്ലാത്ത ആരുമായിട്ട് ഒരു ബന്ധവും ആർക്കും. അമേരിക്കയിലെ ഭരിക്കുന്ന ട്രംപുമായിട്ട് നമുക്ക് എന്ത് ബന്ധം ചെയ്തു? ആരെങ്കിലുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ജീവൻ ബന്ധനസ്ഥനായി എന്ന് പറയുന്നത് ഈ ലോകത്തെ ചൂണ്ടിയല്ല പറയണത്. നമ്മുടെ തന്നെ ആ ഒരു സർക്കിളാണ്. ആ സർക്കിളിനെയാണ് അവർ പറഞ്ഞത്. ഇത് അനിത്യമാണ്, ഇത് കഥയില്ലാത്തതാണ്. ഒരിക്കൽ ഒരു സ്വാമി അദ്ദേഹം നിർവാണ ദശയിലേക്ക് വന്നു, സമാധി ദശയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അമ്മ പ്രിയപ്പെട്ടതായി. അവർ വന്ന് മോനെ എന്ന് വിളിച്ചു, ഉണർത്തിക്കളഞ്ഞു. അതിലേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം ഉണർന്നു പോയി. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഇത് തടയണ്ടേ, ഇവർക്ക് എത്രയും സ്നേഹം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഇത് എത്ര ജന്മത്തിൽ മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏത് ജന്മത്തിലെ അമ്മയാണ് ഏത് ജന്മത്തിലെ അച്ഛനാണെന്ന് തിരിച്ചറിയാനൊക്കില്ല. ഇതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു കൂട്ടായ്മ, ഒരു കുടുംബം, ആ കുടുംബത്തിൽ എന്തൊക്കെയോ ഉപകാരങ്ങൾ ചെയ്തു നിൽക്കുന്നവരാണ്. ഇതിരിക്കട്ടെ, പക്ഷെ തൻ്റെ ലക്ഷ്യം ഇതല്ല. ഇതിനെ നിലനിർത്താൻ ലക്ഷ്യമല്ല. ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഈ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അവരാണ് വന്ന കാര്യം നോക്കിയത്. ബാക്കി എല്ലാവരും ഈ ലോകത്ത് കിടന്ന് നരകിച്ച് ഇനി മരിച്ചു കഴിഞ്ഞാലോ ഇതിനെക്കാട്ടി ഘോര നരകങ്ങളിൽ പോയി വീഴുകയും ചെയ്യും. ഇത് പിന്നെ സഹിക്കാം. അപ്പോഴും തോന്നും ഇത് പിന്നെ സഹിക്കാം. ഇനി വന്ന് വീഴുന്ന നരകം എന്നുള്ളത് സഹിക്കാൻ പറ്റാത്തതാണ്. ദൈവകൃപയിൽ നമുക്കൊരു ആശ്രമമായിട്ട് ബന്ധം വന്നു. ഒരു സ്വാമിയെ കാണാനിടയായി. മാത്രമല്ല വലിയൊരു പരമ്പരയിൽ വന്ന് പെടാൻ പറ്റിയവരാണ് നമ്മൾ, അല്ലേ? പക്ഷേ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് തോന്നണില്ല. അതിന് നമ്മുടെ കുറ്റമാണ്, അവരുടെ അല്ല. ഈ ഒരു ഭാവത്തോടു കൂടി ഇതിനെ സമീപിക്കുകയും ഇതിൽ നിന്ന് കരുത്ത് ആർജിച്ച് ജന്മസാഫല്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾക്ക് കർത്തവ്യമായിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഈശ്വരനാണ് നോക്കുക. ഈശ്വരനെ ചെയ്തതൊക്കെ ചെയ്യട്ടെ. ഈശ്വരൻ ഒരാളുണ്ട് വേറെ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നമ്മൾ കയറി എൻക്രോച്ച് ചെയ്താൽ അദ്ദേഹത്തിന് അതാണ് നമുക്ക് പാവമായിട്ടൊക്കെ മാറുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന വലിയ പാവം എന്താണെന്നറിയോ? സ്വാമി പറയും, മതിൽ കെട്ടി തിരിച്ച് എൻ്റെ എന്ന് പറയില്ലേ? ഈശ്വരൻ അപ്പോൾ ചിരിക്കുമെന്നാണ് പറയുന്നത്. ഈശ്വരനെ ചിന്മത്സവം പറയും, മതിൽ കെട്ടിയിട്ട് ഈ 5 സെൻറ്റ് ഇത് എൻ്റെതാണ് പറയുന്നത്.
ഈ മൂടൻ അറിയുന്നുണ്ട് എവൻ്റെ ആണ് ഇത്. ഇത് എന്നേ ഈശ്വരൻ്റെ സ്വത്തായിട്ടിരിക്കുന്നു. ഈ മൂടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഈശ്വരൻ അപ്പോൾ ഒന്ന് ചിരിക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലെ അറിവില്ലാത്തത് കൊണ്ട് ഇതൊക്കെ എൻ്റേതൊന്നും പറഞ്ഞ് നമ്മൾ നിൽക്കുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഈ എൻ്റെ തന്നെ വിട്ടാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരും. ഈ ഞാനെന്ന് എൻ്റെതൊന്നും വരുന്ന ഇതിനാണ് രണ്ട് വൃത്തി, അതം വൃത്തി ഇതം വൃത്തി എന്നൊക്കെ വേദം ഇതിനെ ഘോഷിക്കുന്നു. ഇതിനെ രണ്ടും പരിത്യാഗം ചെയ്യുക. ഇതെല്ലാം എൻ്റെതുമല്ല, പിന്നെ ഞാനുമല്ല, പിന്നെ ഇത് ആരുടേത്? ഈശ്വരൻ്റെത്. ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ കാരണകർത്താവായിരിക്കുന്ന ഈശ്വരൻ്റെതാണ്. വേറെ പറഞ്ഞത് വേറൊരാളുടേതാണ്, എൻ്റെതല്ല. വാടക വീട്ടിൽ എന്ന പോലെ താമസിക്കണം, എൻ്റെതെന്ന് പറയരുത്. ഇതിൻ്റെ അർത്ഥം വേറെയാണ്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെതെന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ഈ ജീവബുദ്ധി ഇതിൽ തഴിച്ചു കയറും. അത് വിട്ട് കളഞ്ഞാൽ അത് ആരുടേതാവട്ടെ, അത് ഈശ്വരൻ്റെതെങ്കിൽ ഈശ്വരൻ്റെന്ന് പറയണമെന്നുമില്ല. ഇതിൽ പറ്റില്ലാതെ ഈ ജീവിതം ഇതിൽ കൊണ്ടുപോയി ഈ ശാസ്ത്രം പറയുന്ന രൂപത്തിൽ ഇതും ചെയ്ത് പിന്നെ അന്നത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ജോലിയൊന്നും വിട്ടുകളയാനൊന്നും ശാസ്ത്രം പറയുന്നില്ല. അവരവരെ വർണ്ണാശ്രമ ധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയാൽ പിന്നെ ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നതിലേക്കാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. വേറൊന്നും സൂര്യൻ ലോകക്കാഴ്ചയെ സംബന്ധിച്ച് വേറൊരു പ്രകാശത്തെ അപേക്ഷിക്കാതെ താനും പ്രകാശിച്ചും കൊണ്ട് തൻ്റെ പ്രകാശം ഏത് വസ്തുക്കളിൽ പ്രവേശിക്കുന്നുവോ ആ കടപടാദികളെയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ എന്നറിയുക ചിത്പ്രകാശം. കടപടാതി വസ്തുക്കൾ താനെ പ്രകാശിക്കുന്നില്ല. അന്യമായ വസ്തുക്കളെ പ്രകാശിപ്പിക്കാനുള്ള യോഗ്യതയും അതിനില്ല. ഇതാണ് ജഡലക്ഷണം. അതിനാൽ സൂര്യനും ഘടം മുതലായവയ്ക്കും ശബ്ദം മുതലായ 5 വിധ വൈലക്ഷണ്യങ്ങൾ എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയോ അങ്ങനെ തന്നെ ചിത്തിനും ജഡത്തിനുമുള്ള വൈലക്ഷണ്യമുണ്ടെന്നറിയണം. ഇങ്ങനെ അറിയുന്നത് കൊണ്ടുള്ള ഫലം എന്താണെന്നാണെങ്കിൽ ലോകത്തിൽ പ്രകാശിക്കപ്പെടുന്ന വസ്തുക്കളുടെ വികാരങ്ങൾ പ്രകാശിപ്പിക്കുന്ന വസ്തുവെ ഒരു കാലത്തും തൊടാൻ സാധിക്കില്ലെന്നറിയത്തക്കത്. ഇത് തന്നെയാണ് ഫലം. അത് ഏതുപോലെ എന്നാൽ ആദിത്യനാൽ പ്രകാശിപ്പിക്കപ്പെട്ട ഘടം മുതലായവകളിൽ ഉള്ള ദ്വാരത്തിനാൽ യാതൊരു കുറവോ ദ്വാരമില്ലായ്മയാൽ യാതൊരു ലാഭം, ആ വസ്തുക്കളുടെ ലക്ഷണത്തിനാൽ സന്തോഷം, അവകളുടെ അവലക്ഷണത്തിനാൽ ദുഃഖം, വസ്തുക്കളുടെ വിശേഷണത്തിനാൽ അതിശയം, വിശേഷമില്ലായ്മയാൽ അനതിശയം, ഇവ മുതലായ വികാരഗുണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ആദിത്യനെ തൊടുകയില്ല. ഇതുപോലെയാണ് ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെട്ട ദേഹേന്ദ്രിയാദികളിലുള്ള നാമം, രൂപം, ജാതി, വർണ്ണം, ആശ്രമം, പ്രവൃത്തി, നിവൃത്തി, വിധി നിഷേധം, ഷഡ്ഭാവ വികാരങ്ങൾ, ഷഡൂർമി, ഷഡ്ഭാവം, ഷഡ്കോശം, കുരുട്, മന്ദം, പൈത്യം മുതലായ സകല ഗുണവികാരങ്ങളും പ്രകാശിപ്പിക്കുന്ന ആത്മാവിനെ 3 കാലത്തും അല്പം പോലും തൊടാനുള്ള ശക്തിയറ്റത്. ഇതാണ് ആത്മാവ്. ഇതെല്ലാം പ്രകാശിപ്പിച്ച് ഇതിലൊന്നും തൊടാതെ നിൽക്കുന്നു. ഇത് നമ്മുടെ ഒരു അനുഭവത്തെയാണ് ഈ പറഞ്ഞത്, മനസ്സിലായിക്കോണം. ചിന്നസ്വാമി പണ്ട് പറയും, ഇത് ആർക്കാണെന്ന് നോക്കടാന്ന് പറയും. നമ്മൾ പറയും ഇത് നമുക്ക് നമ്മുടെ ബുദ്ധിയും മനസ്സും അതുവരയ്ക്ക് നമ്മൾ പോകുന്നുള്ളൂ, പ്രയാണം അത്രേ ഉള്ളൂ, ഒരു ലിമിറ്റഡായിട്ടുള്ള നമ്മൾ നിൽക്കുന്നുള്ളൂ. ഇതിന് അതീതപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയും. അങ്ങനെ അതീതപ്പെട്ട് നിൽക്കുന്നതാണ് തൻ്റെ യഥാർത്ഥ രൂപമെന്ന് എത്ര തന്നെ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല. കാരണം അതിന് വേണ്ടത് എന്തൊക്കെയാണ്? നല്ല പുണ്യം വേണം. നിഷ്കാമകർമ്മം ചെയ്ത് നല്ല പുണ്യം വേണം. എങ്കിലും നമ്മൾ കാക്ക മുട്ടയെടുത്തതുപോലെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. കാക്കയ്ക്ക് ഒരിക്കലും കടൽ ജലം വറ്റിച്ച് മുട്ടയെടുക്കാൻ പറ്റില്ല. പക്ഷേ കാക്ക നിരന്തരമായിട്ട് ആ പ്രവൃത്തിയിൽ നിന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? കാക്ക മൃതപ്രായമായെന്നാണ് വേദം പറയുന്നത്. അതിന് ആഹാരമില്ല, ഉറക്കമില്ല. ഇങ്ങനെ നിരന്തരമായി കാക്ക മുട്ടയെടുക്കൽ ശ്രമത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ വരണഭഗവാൻ ഇതിനെ കണ്ടു എന്നും കാക്കയുടെ വന്ന് ചോദിച്ചു, എന്താ നീ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മുട്ട ഒരെണ്ണം ഇവിടെ കടലിൽ വീണുപോയി,
അതിനെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അറിയാം, വരണ ഭഗവാൻ അത് അറിയാമല്ലോ. വരണ ഭഗവാൻ പറഞ്ഞു അത് നടക്കാത്ത കാര്യമാണെന്നൊന്നും പറഞ്ഞില്ല, അതേ എടുത്താൽ കൊടുത്തു എന്നാണ്. ഇതുപോലെയാണ് ഈ സാക്ഷാത്കാരം ഞാനും ഇതിലുണ്ടാവുന്നത്. നമുക്ക് ഇത്രയും പ്രവർത്തിക്കുക, നമ്മൾ കർത്തൃതന്ത്രമായിട്ട് നമുക്ക് അറിയുന്ന വിധത്തിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഫലം ആ ഗുരു പ്രദാനം ചെയ്യും. ഇതിനെയാണ് വസ്തുതന്ത്രമായിട്ട് ജ്ഞാനം ഇതിൽ ഫലിക്കുമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ആരുടെയും കഴിവല്ല ഇത്. ആർക്കും ഒരു കഴിവുമില്ലെന്നാണ് പറയുന്നത് വേദത്തിൻ്റെ മുമ്പിൽ. എല്ലാവരും ശിശുക്കളാണ്, ബാലന്മാരാണ്. പക്ഷെ പതുക്കെ 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 ഇങ്ങനെ നിന്നാൽ അവർ പറയുന്നു ഇതാണ് ഇതിനെ പറയും പിന്നെ ബ്രഹ്മാകാര വൃത്തി നിലനിർത്തി നിൽക്കുകയാണ്. ഈ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത് അഖണ്ഡാകാര വൃത്തി എന്നൊക്കെ പേര് ഇതിന് കൊടുത്തിരിക്കുകയാണ്. ഈ വിഷയാകാരത്തിന് നിരാകരിക്കുന്നതിനെയാണ് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത്. വിഷയപരിണാമങ്ങൾ വരാതെ ഇത് ബ്രഹ്മാകാര വൃത്തിയിലേക്ക് ഇത് എപ്പോഴും നിന്ന് വരുമ്പോൾ ഈ അനുഭവം ഇതിൽ തെളിയും. അതുവരയ്ക്കും നമുക്ക് എന്തോ ഒരു സങ്കല്പം തന്നെയാണ് അതിനെ അറിയണത്. അവിടെയാണ് വസ്തുതന്ത്രമായി ജ്ഞാനം ഇതിലുണ്ടായി എന്ന് പറയുന്നത്. അതൊരു സമാധി അവസ്ഥയാണ്. ഇതാർക്ക് സംഭവിക്കാം? ഇതിന് വലിയ പഠിപ്പോ വിവരമൊന്നും വേണ്ട. ആ മനസ്സിൻ്റെ എളിമത്വവും ഒരു ഇളതായിരിക്കും. മനസ്സ് ഇളതായിരിക്കും. മനസ്സിൽ ഈ പറഞ്ഞ പാറ പോലെ ആവരുത്, അതിനെ മൃദുവാക്കും, ഫ്ലെക്സിബിളായിരിക്കും. സ്വാമി പറഞ്ഞത് ഫ്ലെക്സിബിളാക്കണമെന്ന്. അല്ലാതെ ഒരു പാറ പോലെ ആക്കി നിർത്തിക്കൂടാ. മനസ്സെപ്പോഴും ആ സത്വഗുണത്തിനെയാണ് പറഞ്ഞത്, ഫ്ലെക്സിബിളാണ്. പക്ഷേ അതിനൊക്കെ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. സ്വാമിയുടെ ഭാഷകൾ നമ്മൾ അപ്പോൾ ആ രൂപത്തിൽ ഇതിനെ ഇളതായി നിന്ന് ഒരു ഭാരവും ഇല്ലാതെ നമ്മൾ നിന്ന് അതായിട്ട് തീരുകയാണ്. അല്ലാതെ അത് കാണുകയല്ല, അറിയുകയല്ല. ഇവിടെ ഇതുവരെ നമ്മൾ കണ്ടും അറിഞ്ഞുമൊക്കെ അല്ലേ, ഇതങ്ങനെയല്ല, അതായിട്ട് തീരുക. അതാണ് തൻ്റെ യഥാർത്ഥ രൂപം. ആ രൂപത്തെ പിന്നീട് അറിയിക്കുന്നത് പ്രത്യഭിജ്ഞയാണ്. അവിടെ നടന്ന കാര്യം ഇവിടെ അറിയുന്നത് എന്തിനാണ്? ആ പ്രത്യഭിജ്ഞയാണ് ഇതിനെ അറിയിക്കുന്നത്. അപ്പോൾ അവിടെ ആ സമാധി ദശ ഇങ്ങനെ ആയിരുന്നു എന്ന് ആ പ്രത്യഭിജ്ഞ അറിയാം. അവിടെ ഒന്നുമില്ല. ശ്രദ്ധയോടുകൂടി ഇതിലിരുന്നാലുണ്ടല്ലോ ആ ഈശ്വരാനുഗ്രഹം ഇതിൽ വരും, ഒരു സംശയമില്ല. ഞങ്ങളും ഒരു കാലത്ത് സ്വാമി പറയുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ, എങ്കിലും സ്വാമിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഫലം കുറേശ്ശെ അത് നമ്മൾ പറയുന്ന വാസ്റ്റൊന്നുമല്ല, ചെറിയ രൂപത്തിൽ അതിനെപ്പറ്റി തെളിഞ്ഞ് കിട്ടും. ഒരനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിനായിട്ട് എപ്പോഴും ഈ രൂപത്തിൽ നമുക്കൊക്കെ ഗുരുദേവൻ്റെ അനുഗ്രഹം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നോക്കുന്നത്. ദേവാദിദേവ സർവജ്ഞം